കേരളത്തോട് ഒരു വാക്ക്, കുട്ടനാടിനെ മറക്കരുത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യും, വെള്ളം കയറും, പിന്നെ മഴ മാറുമ്പോൾ പതിയെ വെള്ളം ഇറങ്ങും, ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങും. പക്ഷെ കുട്ടനാട് അങ്ങനെയല്ല. കേരളം പ്രളയത്തെ അതിജീവിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും കുട്ടനാട് അപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കും. മറ്റുള്ളവർ അവരുടെ വീടുകൾ വൃത്തിയാക്കി ജീവിതം വീണ്ടും ആരംഭിക്കുമ്പോൾ ഞങ്ങൾ കുട്ടനാട്ടുകാർ വീട്ടിലെ വെള്ളം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റിടങ്ങളിൽ പ്രളയം ഒരു ദിവസത്തെ ദുരിതമാണെങ്കിൽ കുട്ടനാട്ടിൽ അത് ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളുടെയും പോരാട്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് കുട്ടനാട് ഒരു സ്ഥലമല്ലെന്ന് പറയുന്നത്. അത് വെള്ളത്തോട് ദിവസവും പോരാടുന്ന ഞങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ നാടാണ്. ഈ മഴക്കാലത്ത് ഒരു കാര്യം മാത്രം ഓർക്കുക: പ്രളയ വാർത്തകൾ അവസാനിച്ചാലും, TV ക്യാമറകൾ മടങ്ങിയാലും, സോഷ്യൽ മീഡിയ മറ്റു വിഷയത്തിലേക്ക് മാറിയാലും കുട്ടനാടിന്റെ പോരാട്ടം അപ്പോഴും അവസാനിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് കേരളമേ, ഒന്നേ പറയാനുള്ളൂ: പ്രളയം കഴിഞ്ഞാലും കുട്ടനാടിനെ മറക്കരുത്. കാരണം വെള്ളം ആദ്യം കയറുന്ന നാടുകളിൽ ഒന്നാണ് കുട്ടനാട്. പക്ഷേ അവസാനമായാണ് ഇവിടങ്ങളിൽ വെള്ളം ഇറങ്ങുന്നതും. കുട്ടനാടിനൊപ്പം നിൽക്കൂ. കാരണം പ്രളയം ഒരു വാർത്തയല്ല, ചിലർക്കത് ഇന്നും ജീവിതമാണ്. ഞങ്ങളെപ്പോലുള്ള കുട്ടനാട്ടുകാരുടെ ജീവിതം.